Okay, good morning all of you. All of you mark the attendance now. Okay. But we have class two lesson exam. Ready? Yes. Yes. Okay. Okay, all of you. Yes. Now we will start. This exam is ready. You are ready? കുറച്ച് പേര് ഒരു ഉഷാറില്ലല്ലോ എക്സാം എന്ന് പറയുമ്പോ എന്ത് പറ്റി പഠിക്കാത്തവരാണോ കുറേ പേര് റെഡി ആയിരിക്കുന്നുണ്ട് യെസ് ഓക്കേ നമുക്ക് തുടങ്ങാം all of you take your notebook exam എഴുതുന്ന MS നോട്ട്ബുക്കോ നിങ്ങൾ ഏതെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മലയാളം നോട്ട്ബുക്കിന്റെ ബാക്ക് വശത്ത് എഴുതിയാലും മതി ഓക്കേ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക പേര് എഴുതുക സബ്ജക്റ്റിന്റെ നെയിം എഴുതുക രണ്ട് ലെസൺ ഞാൻ പറഞ്ഞില്ലേ മക്കളെ ദീക്ഷിതേ പറഞ്ഞോ യെസ് ആദിത്യനൂപ് അലൻ ജോസഫ് എല്ലാം കഴിയുവാണെങ്കിൽ ഓക്കെ അപ്പോ രണ്ട് ലെസണിനും കൂടിയാണ് അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് പദം പരിചയപ്പെടുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർത്ഥം എഴുതാൻ അല്ലേ അപ്പൊ മിസ് പറഞ്ഞോട്ടെ ഒന്നാമത്തത് ഓക്കെ എല്ലാവരും പേരെഴുതി അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന് കിടുങ്ങുക അർത്ഥം എഴുതണം കിടുങ്ങുക അതിന്റെ മീനിങ് എഴുതണം ശ്രദ്ധിച്ചെഴുതണം കേട്ടോ മക്കള് ചെറിയ മക്കളാണ് തെറ്റാതെ എഴുതുക കിടുങ്ങുക അയ്യോ ഇങ്ങനെ ആലോചിച്ചിട്ട് കിട്ടി പലർക്കും കിടുങ്ങുക എന്താണ് ഷഹബറ പറഞ്ഞ മോള് മിസ് ഇപ്പൊ പറഞ്ഞതൊന്നും കൂടി പറയാ കിടുങ്ങുക കേൾക്കുന്നില്ലേ യെസ് യെസ് കിടുങ്ങുക അതായിപ്പോ എഴുതേണ്ടത് അതിന്റെ അർത്ഥം എഴുതണം के फातिमा की फातिमा फातिमा केम प्लीज अनम्यूट एंड से അർത്ഥം മാത്രമേ എഴുതണ്ട മിസ്സേ ക്വസ്റ്റ്യൻ എഴുതണ്ട നിങ്ങൾ ഒന്ന് അതിൽ ഒന്നാമത്തെ ആൻസർ മാത്രം എഴുതിയാൽ മതി ഇപ്പൊ കിടുങ്ങുക ആൻസർ മാത്രം കിടുങ്ങുക Okay. Hello. Second one, keram. Hello. 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 Miss. Keram. Keram. Yes. Keram. അല്ല അതിന്റെ മീനിങ് എഴുതണം പഠിച്ചിട്ടില്ലേ ഷഹബറൊന്നും പഠിച്ചേനെ ഡാനിയലേ ഫിനിഷ് ആണോ ഓക്കെ മനസ്സിലായിട്ടില്ലേ എന്താ എഴുതേണ്ടതെന്ന്
കേരം എന്ന പദത്തിന്റെ മീനിങ് എഴുതണം. ഓക്കെ. നെക്സ്റ്റ് കേളി. അടുത്തത് കേളി. കേളി. എന്തേ ഹാദിയ? ഓക്കെ. നെക്സ്റ്റ് പോം വഴി. പോം വഴി. നിവേദ്യ കിട്ടിയോ? നിവേദിക ഇങ്ങനെ ആലോചിച്ചിട്ട് ആൻസർ എഴുതി. അല്ലേ നിവേദ്യ? ഓക്കെ. നെക്സ്റ്റ് വേണേ ആശ്വസിക്കുക. ആശ്വസിക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് മോൻ ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് കിടുങ്ങുക, 2 കേരം, 3 കേളി, 4th വൺ എന്താ പറഞ്ഞേ? പോം വഴി, 5ാമത്തത് ആശ്വസിക്കുക. എഴുതാൻ പറ്റുന്നുണ്ടോ ആൻസർ? യെസ്. എനിക്കറിയാം എഴുതാൻ കിട്ടുന്നില്ല അല്ലേ? Okay, all of you finished?
ഓക്കെ, നെക്സ്റ്റ് ഉത്തരം എഴുതാനാണ്. ചുരുക്കി എഴുതിയാൽ മതി കേട്ടോ. എല്ലാവരും എഴുതി കഴിഞ്ഞു ഇപ്പോ? ദേവർഷ, യെസ്, വെരി ഗുഡ്. പിന്നെ ആർക്കാ ഫിനിഷ് ആയത്? ആദ്യത്തെ ന്യൂബ് കഴിഞ്ഞ മോനെ? യെസ്, ഓക്കെ, എല്ലാവരും എഴുതുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്നാ നീലാഞ്ജന കഴിഞ്ഞു അല്ലേ? ഐഫൂന, ജോബിൻ, നെക്സ്റ്റ് അദീന. എഴുതി കഴിഞ്ഞു അദീന? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറേ, അതിലൊന്നാമത്തത് കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര്? ആ പേര് മാത്രം എഴുതിയാൽ മതി. ആ പേര് മാത്രം എഴുതിയാൽ, മിസ് എഴുതി തന്ന പോലെ എഴുതിയില്ലെങ്കിലും ആ പേര് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര്? അതിന്റെ പേര്. എനിക്കിപ്പോ പറയാൻ എല്ലാവർക്കും ഇതൊക്കെ ആൻസർ അറിയായിരിക്കും അല്ലേ? എഴുതാനായിരിക്കും ബുദ്ധിമുട്ട്. അപ്പൊ മക്കൾ നല്ലപോലെ എഴുതി എഴുതി പഠിക്കണം കേട്ടോ. നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെത്തി. അപ്പൊ എന്ത് ചെയ്യാ? കുറച്ച് എഴുതാൻ പഠിക്കണം കേട്ടോ. ഇനിയിപ്പോ മീനിങ് എല്ലാം എഴുതാൻ വരൂലേ? നിങ്ങള് വലിയ മക്കളായില്ലേ? ഓക്കെ, അപ്പൊ കണ്ടൻ പൂച്ചയുടെ പിടിയിൽപ്പെട്ടത് ആര്? അതാണ് ക്വസ്റ്റ്യൻ. അവരുടെ പേര് എഴുതിയാൽ മതി. ആരാണ്, ഏതാണ്, ഞാൻ പറഞ്ഞിരുന്നില്ല, അത് മാത്രം എഴുതിയാൽ ആൻസർ മാത്രം. നിങ്ങളെല്ലാം വിവരിച്ച് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികള്. ഓക്കെ, കഴിഞ്ഞോ? ഉണ്ടാവുന്നോ? എഴുതുന്നുണ്ടോ? യെസ്, ഹദിയ ഫിനിഷ് ആണോ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയട്ടെ. ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോ ഒരുപാട് എഴുതാൻ വരുന്നുണ്ടല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ രണ്ടാമത്തത് പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? എന്തിനാണ് നമ്മൾ പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചത്? അതാണ് ആൻസർ ചെയ്തത്. പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? എന്തിനാണ് റയാനെ? വേഗം എഴുത്. ഫാത്തിമ കെം നേരെ ഇരുന്ന് എഴുതിയേ. ഫാത്തിമ ജുമാൻ എവിടെ? എന്താ പരിപാടി? എഴുതുന്നുണ്ടോ? പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? നിങ്ങൾക്ക് തെറ്റിക്കോട്ടെ, എഴുതുന്നത് തെറ്റിയാലും കുഴപ്പമില്ല. നിങ്ങൾ സ്വന്തമായി എഴുതിയാൽ മതി കേട്ടോ. ചിഹ്നങ്ങളെല്ലാം ഓർത്ത് മെല്ലനെ എഴുതുക. അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. മിസ് കുറച്ചധികം നല്ല രീതിയിൽ എഴുതുന്നിട്ടുണ്ടാവും. അതുപോലെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ അതിന്റെ ആൻസർ അതിൽ വരണം. നുറാസ്, ഓക്കെ, പൂച്ചയ്ക്ക് മണികെട്ടാൻ തീരുമാനിച്ചത് എന്തിന്? Did you finish? ഒന്ന് ഫിനിഷ് ആയവരെല്ലാം ഒന്ന് കൈ കാണിച്ച് നോക്കട്ടെ, എഴുതിയവർ എത്ര പേരുണ്ടെന്ന് അറിയാനാണ്. യെസ്, ഓക്കെ,
എല്ലാവരും എഴുതി കഴിഞ്ഞോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. മലയാള നാടിന്റെ ഉത്സവം ഏത്? ആ ഉത്സവത്തിന്റെ പേര് എഴുതിയാൽ മതി. മലയാള നാടിന്റെ ഉത്സവം ഏത്? ഓക്കെ, അതന്നെ ആദ്യം അവിടെ പറയുന്നുണ്ട്. വായ കൊണ്ട് ഇങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടു. അത് എഴുതിയേ. മലയാള നാടിന്റെ ഉത്സവം ഏത്? ആ അയാൻ വിജേഷേ, അത് തന്നെ. ഓക്കെ, അമൃത എഴുതി കഴിഞ്ഞോ? അനാമികാർ, ദീക്ഷിത്, ദേവർഷ, ആദിത്ത്, ബിയോണക്ക് ഇന്ന് പേരൊന്നും ഇട്ടില്ല, കുറെ ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടത്. ബിയോണ, റയാൻ, ഫാത്തിമ KM, ദേവാങ്ക്, ജിയാറോസ്, ഹാദിയ റാഷിദ്, ഫാത്തിമത്ത് ജുമാന, റിച്ചാർഡ് സിജോ, ഡാനിയൽ ജോർജ്, നിയ, ഷഹ്ബറ, ഐഫൂന, അദീന സുനിൽകുമാർ, അലൻ ജോസഫ്, അയാൻ വിജേഷ്, ജോവിൻ ജോയൽ, നീലാഞ്ജന KV, അമാൻ മാധവ്. നോക്കട്ടെ, എല്ലാരും എഴുതേ. മിസ് വിളിക്കുമ്പോഴേക്ക് എല്ലാരും എഴുതേ. എന്ത്? മലയാള നാടിന്റെ ഉത്സവം ഏത്? അപ്പൊ 3 ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഫാത്തിമ KM, ദേവാങ് K, അൻവിത K, അശ്വിനി R. അശ്വിനി എഴുതിയോ? അശ്വിനി, സേറാമരിയ, ഇർഷാദ് ഉണ്ട് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. സൽമാൻ നാസർ, മുഹമ്മദ് ആബിസ്, നൂറാസ് മുഹമ്മദ്, അനാമിക പി രാജ്. അനാമിക അവിടെ ഉണ്ട് അല്ലേ. മുഹമ്മദ് മുത്താസിം, നെക്സ്റ്റ് ഇഷിക രാജ്, നിവേദ്യ വിനോദ്, ആയുഷ് VV, ആരോപി വിനോദ്. നെക്സ്റ്റ് ആരാണ്? ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ ഇതുവരെ പറഞ്ഞത്? ഹാദി ഹൈദർ, അൻവിത K. എല്ലാവരും കാണിക്കുന്നുണ്ട് കൈ അല്ലേ. എഴുതി കഴിഞ്ഞു എന്ന് തോന്നുന്നു. നെക്സ്റ്റ് ആരെയാ മിസ് വിളിക്കാത്തുണ്ടോ ആരെങ്കിലും? ദേവാംഗിനെ വിളിച്ചു അല്ലേ. ദേവർഷ, ഓക്കെ. റയാൻ, ഓക്കെ. എല്ലാവരും എത്ര പേർ എഴുതി കഴിഞ്ഞോ മിസ് പറഞ്ഞത് വരെയുള്ളത്? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയുന്നുണ്ടേ. ഇത് കുറെ ഉണ്ടല്ലോ മിസ്സേല്ലേ. നമ്മുടെ നാട്ടിൽ നിറയുന്നത് എന്ത്? സാവിയോ ജോയി ഉണ്ട് അല്ലെ. റിസ്വാൻ, ഇവര് രണ്ടുപേരും ഞാൻ വിളിച്ചില്ല. സാവിയോ, റിസ്വാൻ. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ. ഫാത്തിമ ജുമാന, ഫാത്തിമ KM വേഗം എഴുതിയ മോളെ. എന്താ സാവിയോ? ആദ്യത്തെ എഴുതിയില്ലേ മോൻ? പറയണോ ഒന്നുകൂടി? പറഞ്ഞു തരുമോ? ആദ്യത്തെ അർത്ഥം ഏതും എഴുതിയില്ല. ഏത്? കേരം തൊട്ട് എഴുതിയിട്ടുണ്ടോ? ഫസ്റ്റ് വൺ പറഞ്ഞത് കിടുങ്ങുക, അത് പറഞ്ഞപാട് ഞാൻ കേരം പറഞ്ഞു. രണ്ടാമത്തത് പിന്നെ കേളി. പിന്നെ പോംവഴി, ആശ്വസിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇത് തന്നെ നിങ്ങൾക്ക് ഒരുപാടായി അല്ലേ എഴുതാൻ അല്ലേ? അപ്പോ കുറച്ച് എഴുതി പഠിക്കാൻ നോക്കട്ടെ മിസ്, നിങ്ങൾ എങ്ങനെ എഴുതുന്നുണ്ട് എന്ന്. അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി എക്സാമിനെല്ലാം വരുമ്പോ ഇങ്ങനെയൊക്കെ എഴുതണം. അർത്ഥം എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് വേണം? നല്ലതുപോലെ എഴുതി പഠിക്കണേ. ഓക്കെ, അപ്പോ എല്ലാവരും
എഴുതി കഴിഞ്ഞോ? കൊറേ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ മിസ് ഇട്ടില്ല അത്രയൊന്നും. എല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവർക്കും ഫുള്ള് ശരിയാണെന്ന് തോന്നുന്നു എത്ര പേരുണ്ട്? ഞാൻ എഴുതിയത് മുഴുവൻ ശരിയാണ് എന്ന ബോധ്യമുള്ള എത്ര പേരുണ്ട്? അയാൻ വിജേഷിനുണ്ട്. പിന്നെ ആർക്കാ ഉള്ളത്? അടുത്തത് അമൃതക്ക് ഉണ്ട്, അമൃതക്ക്. നെക്സ്റ്റ് നിയാദാസിനുണ്ട്. അടുത്ത റയാൻ പി പി, ഐഫൂന, നീലാഞ്ജന. നെക്സ്റ്റ് റിച്ചാർഡ് സിജോ. ബാക്കി ആർക്കും ഇല്ലേ ധൈര്യം? ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇതില്ലേ. അനാമികക്കില്ല, അനാമിക ആറിനൊന്നും ഇല്ല അല്ലേ? ഇപ്പൊ എന്ത് പറ്റി? നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ? എന്താണ് ഹാദിയ? ഹാദിയൊക്കെ എഴുതാൻ പറ്റുന്നില്ലേ? മിസ്സേ പരീക്ഷയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല അല്ലേ? എനിക്ക് തോന്നി കേറിയ പാടെ അല്ലേ? അറിയുന്നത് മാത്രമേ എഴുതിയിട്ടില്ല. ഒരു കാര്യം ചെയ്യണം കേട്ടോ, ഇനി എല്ലാം പഠിക്കണേ. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാം ഇത് പഠിക്കണം കേട്ടോ. നമ്മ ഇനി അടുത്ത ലെസന്റെ എക്സാം ഇടൂലേ, അപ്പോഴേക്കും ഇത് പഠിച്ചിട്ടുണ്ടാവണേ. ഇപ്പൊ കുറച്ച് ഒന്നേ തെറ്റിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാണ്? ജിയ റോസ്. എന്ത് പറ്റി ജിയക്ക്? ഒന്നുമില്ല. എല്ലാം ശരിയാണോ? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് അമൃതക്ക് എല്ലാം ശരിയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇവിടെ ആർക്കാ? ജോവിൻ, ജോയൽ. ഏതാ തെറ്റിയേ? എല്ലാം ശരിയാണോ? നോക്കണം. എത്രയോ? രണ്ടെണ്ണം തെറ്റിന്ന് പറയാം. രണ്ടെണ്ണം തെറ്റിപ്പോയോ? ഓക്കെ. നെക്സ്റ്റ് ബിയോണ. എത്രണ്ണം തെറ്റി? ഒരെണ്ണം തെറ്റിപ്പോയി. എഴുതാൻ അറിയുന്നുണ്ടോ എല്ലാം? മിസ് എക്സാം എഴുതുന്ന സമയത്ത് അർത്ഥമൊക്കെ പറയുന്ന സമയത്ത് ഇതുവരെ കേൾക്കാത്ത പോലെ കളിക്കുന്നുണ്ടായിരുന്നു ചില കുട്ടികൾ അല്ലേ? എഴുതാനൊന്നും കുറെ ബുദ്ധിമുട്ടുണ്ടായോ എന്ന് അറിയാൻ വേണ്ടിയാ ചോദിച്ചേ. അലന് എന്ത് തെറ്റിയാലൻ? മിസ്സേ, അത് സ്പീഡില് എഴുതാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ അല്ലേ? ഓക്കെ. ഉച്ചാരണം പറഞ്ഞ എഴുതുന്നത്. അതെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ദീക്ഷിതേ, എന്ത് പറ്റി? ദീക്ഷിതല്ലേ എഴുതിയോ? ദീക്ഷിതേ എഴുതി കഴിഞ്ഞ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നിങ്ങൾ കേട്ടിട്ട് എഴുതി നോക്കണം സാവധാനം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് നമ്മൾ എഴുതിയ ഈ എക്സാമിന്റെ ഇത് ആരെങ്കിലും ചെക്ക് ചെയ്തിട്ട് മിസ്സിലൊന്ന് ഇട്ട് തരണം കേട്ടോ. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതി, മാർക്കൊന്നും നിങ്ങൾ ടോട്ടൽ ചെയ്യണ്ട. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോ ആദ്യമായിട്ട് എക്സാം ആണ് മിസ്. നിങ്ങൾ എന്ത് എഴുതി അറിയാൻ വേണ്ടിയാണ് കേട്ടോ. എത്ര പോലെ എഴുതി കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം മക്കൾ? നല്ലതുപോലെ എഴുതി പഠിക്കണം. അതിനാണ് ഇത് എഴുത്ത് പരീക്ഷയായിട്ട് തന്നെ എഴുതുന്നത്. അപ്പൊ ക്ലാസ്സിൽ തന്നെ ഞാൻ ഇട്ടത് അതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു വാട്സപ്പിൽ അത് ക്വസ്റ്റ്യൻ സെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാലും നിങ്ങൾ എത്രമാത്രം അത് വൃത്തിയിൽ എഴുതും എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ മുന്നിൽ തന്നെ എഴുതിക്കോട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ സൂമിൽ തന്നെ ഇതിട്ടത്. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യുക? ഒന്ന് നല്ല വൃത്തി എഴുതി നോക്കുക. ഓക്കെ. അർത്ഥമെല്ലാം വരുമ്പോ നിങ്ങൾക്ക് ആശ്വസിക്കുക, അത് സമാധാനിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ അതെങ്ങനെ എഴുതണമെന്ന് കിട്ടുന്നുണ്ടാവില്ല അല്ലെ? സാവകാശം ആലോചിച്ചിട്ട് എഴുതുന്നേ. കുറച്ച് ഇനി സ്പീഡായിട്ട് നമുക്ക് എഴുതി മുന്നോട്ട് പോകണം അല്ലെ? എന്നാലും കുറെ പേരെല്ലാം ശരിയാക്കി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ തെറ്റി എന്ത് ചെയ്യുക? കുറച്ച് പ്രാവശ്യം എഴുതുക. ഓക്കെ അല്ലേ? എല്ലാവരും എഴുതണേ. അപ്പൊ ഇന്നത്തെ എക്സാമിൻ്റെത് നിങ്ങളുടെ പാരന്റ്സിനെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് നോക്കിച്ചിട്ട് മിസ്സിന് അതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ടോട്ടൽ മാർക്ക് ഇടണ്ട. എല്ലാം ശരിയാണോ തെറ്റാണെങ്കിൽ അത് ഏതൊക്കെ തെറ്റി എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ സമയം ഇപ്പൊ കഴിയാറാവും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതുപോലെ എക്സാം ഇടുന്ന സമയത്ത് നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിൽ എഴുതി പഠിക്കുമ്പോൾ എഴുതി പഠിക്കണം.
അപ്പൊ നമുക്ക് ചിഹ്നങ്ങളൊക്കെ കറക്റ്റ് ആവും. അർത്ഥവും ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ വായിച്ചു പഠിക്കുന്നത്. ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആൻസർ അറിയാം. എഴുതാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും എല്ലാവർക്കും. ഓക്കെ, അപ്പൊ അടുത്ത എക്സാം ആവുമ്പോ എന്ത് ചെയ്യണം മക്കൾ? എല്ലാവരും നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ എഴുതണേ. അല്ലേ? എല്ലാരും പഠിക്കൂലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ചിഹ്നങ്ങൾ നല്ലതുപോലെ തറവായി പഠിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുളിർമഴയത് നമ്മൾ കുറച്ച് പറഞ്ഞതാണ്, കഴിയാറായിനത് അല്ലേ? അപ്പൊ കുറച്ച് അതൊന്നുകൂടി വായിച്ച് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ പാഠം കംപ്ലീറ്റ് ആവും. എല്ലാവരും ഒന്ന് ഫോട്ടോ ഇട്ട് തരണേ. ഓക്കെ, ബൈ. പിന്നെ എന്തൊക്കെയുണ്ട്? എന്താ ഐഫുന ഫുള്ള് ശരിയാണോ? യെസ്, വെരി ഗുഡ്. റയാൻ, ഓക്കെ. ദേവാങ്ക്, റിച്ചാർഡ് സിജോ, റിച്ചാർഡിന് കുറെ കൂടി എഴുതാൻ അറിയാം. ഓക്കെ. ഹാദി ഹൈദർ, ഓക്കെ. ഫാത്തിമ ജുമാന എത്ര ഫാത്തിമ ജുമാൻ എന്നെ എഴുതിയില്ലേ? ഫാത്തിമ ജുമാന, ഓക്കെ. കൊറേ പേരല്ലേ എഴുതിയല്ലേ? നൈല ഷക്കീർ അല്ലേ എഴുതിയ മോളെ? മൂന്നെണ്ണം തെറ്റിയല്ലേ? കുഴപ്പമില്ല, ആദ്യത്തെ അല്ലേ? അത് എഴുതി പഠിക്കണേ. തെറ്റിയത് കുറെ പ്രാവശ്യം എഴുതി പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഫോട്ടോ സെൻഡ് ചെയ്ത് തരും കേട്ടോ. ബൈ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ, സി യു. ഓക്കെ.